ജസ്റ്റിസ് ടി ആർ രാമചന്ദ്ര മേനോൻ, ജസ്റ്റിസ് കെ വി കമാൽ പാഷ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഗോവിന്ദചാമി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത്. പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വാദം കേൾക്കാൻ പ്രതിക്ക് അനുമതി നൽകണമെന്ന് കാണിച്ച് കോടതിയിൽ അപേക്ഷ നൽകി. ഡൽഹി ബലാത്സംഗ കേസിൽ വിചാരണ നടപടികൾ കാണാൻ പ്രതികൾക്ക് കോടതി സൗകര്യമൊരുക്കിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ. സൗമ്യ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ന്യായാധിപന്മാർ സന്ദർശിക്കണമെന്നും പ്രതിഭാഗം അഭ്യർത്ഥിച്ചു. മുംബൈ സ്ഫോടന കേസിൽ അജ്മൽ കസബിനെതിരായ വിചാരണാവേളയിൽ ന്യായാധിപന്മാർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. സൗമ്യ വധക്കേസിൽ സംഭവസ്ഥലം സംബന്ധിച്ച പ്രോസിക്യൂഷന്റെ വിശദീകരണത്തിൽ നിരവധി പിശകുകളുണ്ട്. 5 സ്ഥലപ്പേരുകളാണ് തുടക്കത്തിൽ പ്രോസിക്യൂഷൻ നിരത്തിയത്. പിന്നീട് വിസ്താരത്തിൽ ഇത് 7 എന്നും പ്രതിഭാഗം അറിയിച്ചു. വധശിക്ഷയ്ക്ക് വേണ്ടി കോടതിയുടെ അനുമതി അപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങവേ സൗമ്യയെ തീവണ്ടിയിൽ വെച്ച് തള്ളിയിട്ട് പീഡിപ്പിച്ച് പാളത്തിനരികിൽ ഉപേക്ഷിച്ചുവെന്നാണ് ഗോവിന്ദസ്വാമിക്കെതിരെയുള്ള കേസ്. സൗമ്യ ഒരാഴ്ചയ്ക്കകം ആശുപത്രിയിൽ മരിച്ചു. മീഡിയ 1 കൊച്ചി.